ആരാ അമ്മ ഇത്? ഹലോ, ഇതാരാ? റീസർവേന്നോ? ആ, എവിടുന്ന്? തെക്കേക്കര? ആ ആ, അതെ അതെ, ടി പള്ളിക്കൽ നടയിലെ മുറിയില്ല. ഉണ്ട്, 52 സെൻറ്റ് വസ്തുവുണ്ട്. ഓ, ഏതാ? 10 സെൻറ്റ് ചില്ലറയോ? ഹലോ, എൻ്റെ പേരിൽ അവിടെ 52 സെൻറ്റ് സ്ഥലമുണ്ട്, പല്ലാരിമംഗലം തെക്കേക്കര വില്ലേജിൽ. ആ, വേറെ ഇങ്ങനെ പലതായിട്ടാണ്. ഒന്ന് രണ്ടല്ല, ഈ 10 സെൻറ്റ് മാത്രമല്ല, 10 സെൻറ്റിൻ്റെ കൂടെ അമ്മേ 10 സെൻറ്റിൻ്റെ എഴുതിയപ്പോൾ എത്രയായിരുന്നു? 10 സെൻറ്റ് എഴുതിയപ്പോൾ എത്ര 12 സെൻറ്റ് കണ്ടില്ലേ എഴുതിയത് പലാരിമംഗലത്ത്? 10 സെൻറ്റ്. പിന്നെ 2 പഴയതിൻ്റെ ഒരു 6. ആ, ഒരാറെന്ന് പറഞ്ഞാൽ 2.5 സെൻറ്റ്. ആ, 10 സെൻറ്റിൻ്റെ കൂടെ 10 സെൻറ്റ് എന്ന് പറയുന്നത് പിന്നെ അപ്പൊ അതിന്റെ എന്താ ഡിജിറ്റൽ വെരിഫിക്കേഷന്? 10 സെന്റ് മാത്രമല്ല, ഞങ്ങൾക്ക് അവിടെ 52 സെന്റ് സ്ഥലമുണ്ട്, 38 ഒരു പ്രമാണം. ആ, ഇപ്പൊ വന്നിട്ടുണ്ടോ? ആ, പറയാം. വിടാവന്നോ? ആ, വെരിഫിക്കേഷൻ കോഡ് അയക്കാനാ? നോക്കി പറയാനോ ഇപ്പം? ഹലോ, ഈ ഫോണിൽ തന്നെ അല്ലയോ? അപ്പൊ അതെങ്ങനെയാ ശരിയാവുന്നത്? എൻ്റെ വസ്തു എൻ്റെ ഫോൺ നമ്പറിലല്ലയോ വരേണ്ടത് വെരിഫിക്കേഷൻ കോഡ്? ഇതെൻ്റെ അമ്മയുടെ ഫോണാ, അതെങ്ങനെയാ ശരിയാവുന്നത്? എൻ്റെ ഫോണിലല്ലായിരുന്നു ഇതുവരെ ചെയ്തതെല്ലാം. ഹലോ, ആ, ഈ എൻ്റെ പേരിലുള്ള വസ്തുവിൻ്റെ നമ്പർ OTP വരേണ്ടത് എൻ്റെ ഫോണിലല്ലയോ? ഇങ്ങനെ വല്ലവരുടെയും, എൻ്റെ അമ്മയാണെങ്കിൽ ശരി, അവരുടെ ഫോണിൽ വന്നാൽ ഇതൊക്കെ അറിയാനൊക്കുമോ? എന്തൊക്കെയാ ഫോൺ OTP എന്നൊക്കെ? ഇതെങ്ങനെ ആരാ ഈ അടക്കാൻ വന്നപ്പോൾ ആരാ അത് കൊടുത്തേ? ആ നമ്പർ എൻ്റെ അമ്മയുടെ നമ്പർ. എൻ്റെ വസ്തുവിൻ എൻ്റെ OTP വരേണ്ടത് എൻ്റെ ഫോണിലാണോ അല്ലയോ? നിങ്ങൾ പറ. എൻ്റെ ഫോണിലായിരുന്നു ചെയ്തോണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തോ നിന്റെ ഫോൺ കട്ടാക്കി വെച്ച് ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ.